ഡോക്ടർ മോഹനൻ പിള്ള, നോക്കൂ, ഈ ചില ദൃശ്യങ്ങൾ നമുക്കൊന്ന് പ്രേക്ഷകരിലേക്ക് ഒരിക്കൽ കൂടി എത്തിക്കണം. പാകിസ്ഥാൻ്റെ ആക്രമണത്തെ നമ്മളുടെ പ്രതിരോധ സംവിധാനം എങ്ങനെയാണ് തകർത്തത്, എന്താണ് പാകിസ്ഥാൻ ചെയ്തത് എന്നതിൻ്റെ ഒരു എക്സാമ്പിളാണിത്. ഇത് സിർസയിലെ ഒരു ഫീൽഡാണ്, ഒരു വീറ്റ് ഫീൽഡാണ്. സിർസ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു എയർബേസ് ഉള്ള സ്ഥലമാണ്, ഹരിയാനയിലാണ്, ദില്ലിയിൽ നിന്ന് അധികം ദൂരെയല്ല. അപ്പോൾ സിർസയിൽ പാകിസ്ഥാൻ്റെ ഒരു മിസൈലിൻ്റെ അവശിഷ്ടം ഇന്ന് കണ്ടെത്തിയിരുന്നു. ഈ കാണുന്നത് സിർസയിലെ പാടത്ത് വീണ് കിടക്കുന്ന ഒരു മിസൈലിൻ്റെ അവശിഷ്ടമാണ് നമ്മൾ കാണുന്നത്. ഇത് നമ്മളുടെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തിട്ട മിസൈലാണ്. ഓർമ്മിക്കണം, സിർസ എന്ന് പറയുന്നത് ദില്ലിയോട് ചേർന്ന് കിടക്കുന്ന ഹരിയാനയിലെ ഒരു എയർബേസ് സ്റ്റേഷൻ കൂടിയാണ്. അതേപോലെ ജയ്സാൽമീറിലെ എയർബേസ് സ്റ്റേഷനിന് സമീപത്തേക്ക് വന്ന രാജസ്ഥാനിലെ ഒരു പ്രൊജക്റ്റൈൽ എന്നാണ് ANA റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു മിസൈലിൻ്റെ ഭാഗമോ അഥവാ ഡ്രോണിൻ്റെ ഭാഗമോ ആണ് ഇന്ന് അവിടുത്തെ ഫീൽഡിൽ നിന്ന് കണ്ടെടുത്തിരിക്കുന്നത്. ANAയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അതേപോലെ കച്ച് ഗുജറാത്ത് മേഖലയിൽ ഡ്രോണിൻ്റെ ഇതുവരെയും ഒരു ആക്രമണം നടക്കുമ്പോൾ ഒരു പക്ഷേ രാജസ്ഥാനിൽ, അതല്ലെങ്കിൽ പഞ്ചാബിൽ, അതല്ലെങ്കിൽ ജമ്മു കാശ്മീരിൽ, ഇത് ഗുജറാത്തിലെ കച്ച് മേഖലയിലേക്ക് ഡ്രോണുകൾ അയക്കുകയും അത് കച്ചിലെ ഒരു പാഡി ഫീൽഡിൽ കിടക്കുന്നതിൻ്റെ, ഒരു വീറ്റ് ഫീൽഡിൽ കിടക്കുന്നതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഈ ചിത്രത്തിലൂടെ കാണുന്നത്. ഇതൊരു ഡ്രോൺ അവശിഷ്ടമാണ്. അതേപോലെ പഞ്ചാബിൽ അമൃത്സറിൽ കിടക്കുന്ന ഡ്രോണിൻ്റെ വിഷ്വൽസാണ് ഇത് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഈ ഡ്രോണുകൾ ഒന്നും തന്നെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയില്ല. അതിനു മുമ്പ് തന്നെ നമുക്ക് അവയെ പ്രതിരോധിക്കാൻ സാധിച്ചിരുന്നു. ഇത് ജലന്ധറിൽ വീണ് കിടക്കുന്ന മിസൈലിൻ്റെ അവശിഷ്ടങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇതും ജലന്ധറിലെ ജനവാസ മേഖലയിലേക്കും എയർപോർട്ട് ലക്ഷ്യമാക്കിയുമാണ് പാകിസ്ഥാൻ അയച്ചത്. പക്ഷേ നമ്മളുടെ വ്യോമ പ്രതിരോധ സംവിധാനം അതിനെ തകർത്തു. ഇത് ജമ്മു കാശ്മീരിലെ RS പുരയിലെ ഡ്രോണിൻ്റെ വിഷ്വൽസ് ആണ്. അവിടെയുള്ള ഈ പൗരന്മാർ അത് തകർന്നു വീണതിന് ശേഷം കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇത് ബാർമറിലുള്ള രാജസ്ഥാനിലെ പ്രൊജക്റ്റൈലിൻ്റെ അവശിഷ്ടങ്ങളാണ്. പിന്നീട് ഇവിടെ നിന്നും വലിയ ഒരു മിസൈൽ പാർട്ട് കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. ഇത് ബിഷ്ണ, ജമ്മു കാശ്മീരിലുള്ള മിസൈലിൻ്റെ ഭാഗമെന്ന് സംശയിക്കുന്നൊരു ഭാഗമാണ്. ഇത് പിന്നീട് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് സ്ഥിരീകരിക്കുന്നുണ്ട് ഹൈ സ്പീഡ് മിസൈലാണ് എന്ന്. ജലന്ധർ പഞ്ചാബിലെ ഡ്രോണിൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് അവർ അയച്ച ഡ്രോണുകളെയും മിസൈലുകളെയും നമുക്ക് തകർക്കാൻ സാധിച്ചു. ഈ ദൃശ്യങ്ങളെല്ലാം നമ്മളോട് പറയുന്നത് ഇതൊന്നും ലക്ഷ്യസ്ഥാനത്തെത്താതെ അതിനെ ശക്തമായി പ്രതിരോധിക്കാൻ നമുക്ക് സാധിച്ചു. നമ്മളുടെ വ്യോമ പ്രതിരോധ ശേഷി പാകിസ്ഥാന് മനസ്സിലായി. പക്ഷേ എൻ്റെ ഒരു സംശയം, ഡോക്ടർ മോഹനൻ പിള്ള, അങ്ങനൊരു ഡിഫൻസ് എക്സ്പേർട്ട് ആയതുകൊണ്ട് ഇതൊക്കെ നിരീക്ഷിച്ചുകൊണ്ട് ചൈനയുണ്ടാവുമല്ലോ പിന്നണിയിൽ. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ ശേഷി എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ലിറ്റ്മസ് ടെസ്റ്റായി ചൈന ഇതിനെ കണക്കാക്കുന്നുണ്ടോ? കാര്യം ഇന്നലെ പ്രതിരോധ വൃത്തങ്ങൾ നൽകിയ പ്രസ് ബ്രീഫിങ്ങിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ പല ടർക്കിഷ് ഡ്രോണുകളും, ഈ സോങ്കർ ഡ്രോണാണ് അവർ ഉപയോഗിക്കുന്നത്, അത് ഇന്ത്യയിലെ പ്രതിരോധ സംവിധാനം എങ്ങനെയുണ്ട് എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കമായിട്ട് കൂടി അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ ചൈനയെ സംബന്ധിച്ചും ഇത് ഒരു ടെസ്റ്റ് സ്റ്റഡി ആയിട്ട് മാറുമോ എന്നുള്ളതാണ് ഒരു ആശങ്ക. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്ക നിലനിൽക്കുന്നത് അതാണ്. പാകിസ്ഥാൻ ആ കരുത്തറിഞ്ഞു, നമ്മുടെ ആകാശത്തിൽ വിള്ളൽ വീഴ്ത്താൻ അവർക്ക് സാധിക്കില്ല. അങ്ങനെ ഒരു കൺസേൺ വരേണ്ടതുണ്ടോ ഡോക്ടർ മോഹനൻ പിള്ള? ഡോക്ടർ അരുൺ, ഒരു ബാറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ കൺട്രി മാത്രമല്ല ഇതിനെ ഉറ്റുനോക്കുന്നത്. ഏതൊക്കെ രാജ്യങ്ങൾ വെപ്പൺ സപ്ലൈ ചെയ്തിട്ടുണ്ടോ ആ എല്ലാ രാജ്യങ്ങളും അവരുടെ വെപ്പണിൻ്റെ എഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഏരിയയായിട്ടാണ് ഈ ബാറ്റിൽ ഫീൽഡിനെ കാണുന്നത്, അല്ലെങ്കിൽ അറ്റാക്കിനെ കാണുന്നത്. ഇപ്പം ഞാൻ എല്ലാ ചർച്ചകളിലും ആദ്യം മുതൽ തന്നെ പറയുന്നത്, നമ്മൾക്കൊരിക്കലും റഷ്യ തന്നിട്ടുള്ള ആ റഷ്യയുടെ ക്രെഡിറ്റ് നമുക്ക് ഇപ്പോഴും ഈ നിമിഷത്തിലും മറക്കാൻ പറ്റില്ല. കാരണം ഇപ്പം ഇതിനു മുമ്പുണ്ടായ ഈ മൊബിലൈസേഷനിൽ 2001 പരാക്രം നടക്കുമ്പോൾ ഞാൻ അന്നേരം മിയാൻഡർ സെക്ടറിലാണ്. ആ സമയത്ത് നമുക്കെല്ലാം ഉള്ള ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത്, വി ഗോട്ട് എഫിഷ്യൻറ്റ് വെപ്പൺ. ഒരു സോൾജിയറിനെ സംബന്ധിച്ചിടത്തോളം ധൈര്യം തരുന്നത് അവൻ്റെ കയ്യിലുള്ള CT ഓപ്പറേഷൻ, CI ഓപ്സ് ആണെന്നുണ്ടെങ്കിൽ അഡിക്വേറ്റ് ആമുനേഷൻ, അതുപോലെ ഒരു AK-47 കയ്യിലുണ്ടെങ്കിൽ അതാണ് ഒരു ധൈര്യം, അല്ലാതെ മറ്റൊന്നുമല്ല. അതുപോലെ തന്നെ നമുക്ക് എഫിഷ്യൻറ്റ് വെപ്പണറി ഉണ്ടാകും എന്നുള്ളതാണ് ബാക്കിലുള്ള ഇത്. പക്ഷേ ഇത് ഒരു പക്ഷേ ഡോക്ടർ ഫസൽ ഗഫൂർ റൈറ്റ്ലി പോയിൻറ്റഡ് ഔട്ട്, അത് ഞാൻ ഓപ്പണായിട്ട് പറയുന്നത് ശരിയല്ല. ബിക്കോസ് അറ്റ് ദിസ് ജംഗ്ഷർ നമ്മൾ ഒരു കാരണവശാലും ചൈനയെ ഡയറക്റ്റ് ഇതിനകത്തോട്ട് വലിച്ചഴക്കേണ്ട കാര്യമല്ല. പക്ഷേ പറയാതെ പറഞ്ഞു വെക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ എയർ ഡിഫൻസ് സിസ്റ്റം ചൈനയുടേതാണെന്ന് ടെററിസ്ഥാനും അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് എത്രത്തോളം എഫിഷ്യൻ്റ് ആയിരുന്നു അല്ലയോ എന്നുള്ളത് ലോകം കണ്ടു കഴിഞ്ഞു. അപ്പം അതിനെക്കുറിച്ച് നമ്മൾ
പ്രത്യേകിച്ചിട്ട് പറയേണ്ട കാര്യമില്ല. അതാണ് ഇതിനെ ഈ ഡ്രോണിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ തുർക്കിഷ് ഡ്രോൺ എന്ന് പറഞ്ഞത് അത് സാധാരണഗതിയിൽ ഈ മിലിറ്റൻസി റേസ് ചെയ്യുന്ന അല്ലെങ്കിൽ റിലീജിയസ് ബേസ്ഡ് ആയിട്ടുള്ള ഏത് വാർഫെയർ ഏത് രാജ്യങ്ങൾ നടത്തിയാലും തുർക്കി അതിനകത്ത് ഡയറക്റ്റ് വരും എന്നുള്ളത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനകത്ത് ഒരു അതിശയോക്തിയുമില്ല. അത് നമ്മളല്ല. പിന്നെ രണ്ടാമത് വീണ്ടും ഞാൻ പറയുന്നു, ഇൻ ഫ്യൂച്ചർ ഇതുകൊണ്ട് വരുന്നത് വീണ്ടും ഈ ഒരു സ്റ്റാൻഡ് ഓഫ് നോട്ട് ഓൺലി ബിറ്റ്വീൻ ടെററിസം ആൻഡ് ഇന്ത്യ ബട്ട് എനി അതർ കൺട്രി ഒരു ഇനിഷ്യൽ സ്റ്റേജ് ഫേസ് എന്ന് പറയുന്നത് ഈ ഡ്രോൺ വാർഫെയർ തന്നെയായിരിക്കും. പിന്നെ ഇത് കൂടാതെ തന്നെ ഈ വാർഫെയറിന് ഞാൻ പറയുന്നത് ഇത് ഒരു എന്താ പറയുക ഹൈബ്രിഡ് വാർഫെയർ എന്ന് പറയാം ഡോക്ടർ അരുൺ. ഹൈബ്രിഡ് വാർഫെയർ ബിക്കോസ് കൺവെൻഷണൽ വേയിൽ നമ്മൾ കംപ്ലീറ്റ് സ്ട്രാറ്റജി അറേഞ്ച് ചെയ്യും. കൺവെൻഷണൽ വേയിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ദ ലേറ്റസ്റ്റ് ടെക്നോളജി ദാറ്റ് ഈസ് വാട്ട് ഞാൻ ഹൈബ്രിഡ് എന്ന് യൂട്ടിലൈസ് ചെയ്തത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് വാട്ട് ഐ മീൻ ടു സേ. അപ്പം അതനുസരിച്ചിട്ട് അതിൽ ഈ ഹൈബ്രിഡ് വാർഫെയറിലും അല്ലെങ്കിൽ ഡ്രോൺ വാർഫെയറിലും ഡിഫെൻസീവ് സിസ്റ്റത്തിലും നമ്മൾ അങ്ങേയറ്റം സക്സസ് ആയി എന്ന് 100% പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇൻ ഫ്യൂച്ചർ ദേ വിൽ ബി വെരി വെരി കെയർഫുൾ അബൌട്ട് ദാറ്റ്. പിന്നെ അരുൺ പറഞ്ഞ ഈ ഈ ലൊക്കേഷൻസ് ഉണ്ട്. സിർസയാണെങ്കിലും അതുപോലെ തന്നെ അമൃത്സർ ആണെങ്കിലും ഈവൻ കച്ച് ആണെങ്കിലും ഓർ രഞ്ജിത് സിംഗ് പുര RS പുര ആണെങ്കിലും ഇവർ എയർ അറ്റാക്ക് തന്നെയേ നടത്താറുള്ളൂ. റെസ്റ്റ് ഓഫ് ദ പ്ലേസസ് രജൗരി പൂഞ്ച് സെക്ടർ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഷെല്ലിങ്ങേ നടക്കാറുള്ളൂ. അതുതന്നെയാണ് നടന്നതും. അതിനകത്ത് യാതൊരു ചേഞ്ചും ഇല്ല. ഇൻ ഫ്യൂച്ചർ ഓൾസോ ദ സെയിം തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഇവിടെ പഞ്ചാബിൽ അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലായ്പ്പോഴും വളരെ കെയർഫുള്ളാണ്. സിർസ എന്ന് പറയുന്നത് നോട്ട് സോ ക്ലോസ് ടു ഡൽഹി ബട്ട് ഇറ്റ് ഈസ് ക്ലോസ് ടു ബഠിണ്ട. അത് ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത്. ബഠിണ്ട എന്ന് പറയുന്നത് മെയിനായിട്ടുള്ള ഡിഫൻസ് ഫോഴ്സസിൻ്റെ ഒരു മെയിൻ ഏരിയ തന്നെയാണ്. ഒരു പക്ഷേ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു റെയിൽവേ ജംഗ്ഷനാണ്. അറൗണ്ട് 9 സ്ഥലത്തോട്ട് ട്രെയിൻ ഡൈവേർട്ട് ചെയ്ത് പോകുന്ന ഒരു ജംഗ്ഷനാണ് ഈ ബഠിണ്ട എന്ന് പറയുന്നത്. അതിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ്. ഈ 9 സ്ഥലവും എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ബോർഡർ ലൊക്കേഷനിലോട്ട് പോകുന്ന ഒരു സ്ഥലമാണ്, അതിൻ്റെ ജംഗ്ഷനാണത്. അപ്പം ഈ ബഠിണ്ട, സിർസ അല്ലെങ്കിൽ അമൃത്സർ ഇവിടെയൊക്കെ അവരുടെ മെയിനായിട്ടുള്ള കച്ചിലും ജനറലി ഗുജറാത്തിൽ കറാച്ചിയിൽ നിന്ന് ഡയറക്റ്റ് ആക്സസ് ഉള്ളത് ജാംനഗർ, കച്ച് ആണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും അവരവിടെ ആക്ടിവിറ്റി നടത്തും. ഇതുകൊണ്ട് നമ്മൾ ലെസൺ ലേൺഡ് അല്ലെങ്കിൽ നമ്മൾ ഇതുകൊണ്ട് പാഠം പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻ ഫ്യൂച്ചറിൽ എന്ത് തയ്യാറെടുക്കണം. ബിക്കോസ് അവരുടെ അൾട്ടിമേറ്റ് ടാർഗറ്റുകൾ എവിടെയൊക്കെ ആകാം എന്ന് അവർ കാണിച്ചു തന്നിട്ടുണ്ട് നമുക്ക്. അതുകൊണ്ട് ഇനിയും നെക്സ്റ്റ് ലെവലിൽ ഇൻ ഫ്യൂച്ചർ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ബി മോർ കെയർഫുൾ അബൌട്ട് ഓൾ ദീസ് ലൊക്കേഷൻസ്. പിന്നെ ഇതിൽ ഒരു